സ്റ്റുഡൻസ് സോളിഡ്സിലെ നമ്മൾ അടുത്തൊരു പ്രോബ്ലമാണ് നോക്കുന്നത്. ക്യൂബിൻ്റെയാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഡ്രോ പ്രൊജക്ഷൻസ് ഓഫ് എ ക്യൂബ് ഓഫ് 50 mm എഡ്ജ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ് ഓൺ എച്ച് പി വെൻ ദ ബോഡി ഡയഗണൽ ഓഫ് ദ ക്യൂബ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. സ്റ്റുഡൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്യൂബാണ്. ക്യൂബ് 50 mm എഡ്ജുള്ള ക്യൂബാണെന്ന് പറഞ്ഞു. ക്യൂബിൻ്റെ പ്രത്യേകം നമുക്കറിയാം, എല്ലാ എഡ്ജും ഒരേ സൈസാണ് അല്ലേ, എല്ലാം ഈക്വൽ സൈസുള്ളതാണ് ക്യൂബ് എന്ന് പറയുന്നത്. 50 mm എഡ്ജ്, ഓക്കെ, എഡ്ജുള്ള ക്യൂബാണ്. അപ്പോൾ ഇതാണ് ഈ ക്യൂബ് കാണിച്ചിട്ടുള്ളത്. ഈ ക്യൂബിൻ്റെ ടോപ്പ് ഫേസ് നമ്മൾ ABCD എന്ന് എടുത്തിട്ടുണ്ട്, ബോട്ടം 1 2 3 4 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയണത് ഈ ക്യൂബ് എന്ന് പറയുന്നത് HP റെസ്റ്റ് ചെയ്യണം വൺ ഓഫ് ഇറ്റ്സ് കോർണർ. എത്ര കോർണർ ഉണ്ട് നമുക്കറിയാം, 1 2 3 4 5 6 7 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിൽ ഏതെങ്കിലും ഒരു കോർണർ HP റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം HP റെസ്റ്റ് ചെയ്യുമ്പോൾ വെൻ ദ ബോഡി ഡയഗണൽ ഓഫ് ദ ക്യൂബ് ഈസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നത്. എന്താണ് ഈ ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് A3, അതായത് ക്യൂബിൻ്റെ ഈ ഒരു ഫേസിൻ്റെ ഒരു കോർണറാണിത്. ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദ ക്യൂബ്, അതർ സൈഡ് അല്ലേ, എയുടെ ഓപ്പോസിറ്റ് 3 ആണ്. ഇതാണ് ബോഡി. ഈ ത്രൂ ഔട്ട് ഈ ബോഡിയിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്, അതിനെയാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ B2 ബോഡി ഡയഗണലാണ്, D2 ബോഡി ഡയഗണലാണ്, C2 1 ബോഡി ഡയഗണലാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ C2 1 ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം നിങ്ങൾക്ക് എന്താണ് ഇതൊന്ന് ക്യൂബ് എന്താണെന്നൊന്ന് മനസ്സിലാവണം, ഇതിൻ്റെ ബോഡി ഡയഗണൽ എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യേണ്ട, അറ്റ് ദ സെയിം ടൈം ദിസ് ഡയഗണൽ മേക്സ് എ പെർപെൻഡിക്കുലർ ടു VP എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ക്യൂബ്, ഇതാണ് ക്യൂബ്. ഇമാജിൻ ദിസ് ഈസ് അവർ ക്യൂബ്, ഇതാണ് ക്യൂബ്. ഓക്കെ, ക്യൂബാണ്. ഈ ക്യൂബ് ഒരു കോർണറിൽ HP റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബോഡി ഡയഗണൽ ഏതാ? അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ കോർണറാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഈ ബോഡി ഡയഗണൽ. അപ്പോൾ ഈ ഒരു കേസിൽ ബോഡി ഡയഗണൽ എങ്ങനെയാണുള്ളത്? ഈ ഒരു കേസിൽ ബോഡി ഡയഗണൽ എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഉള്ളത്, ശരിയല്ലേ? കാരണം ബോഡി ഡയഗണൽ ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഈ പോയിന്റിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഈ കോർണർ വരെയുള്ള അകത്ത് കൂടെ പോയ ലൈനെയാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിട്ടാണുള്ളത്, വിച്ച് മീൻസ് HP ഇൻക്ലൈൻഡ് ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പൊസിഷൻ വേണ്ടി വരയ്ക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഒന്ന് നോക്കുമ്പോൾ എങ്ങനെ കിട്ടുക? ഈക്വലി ഇൻക്ലൈൻഡ് ആണ് അല്ലേ. ഇത് നമ്മൾ VP ആണ്. VP ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് എഡ്ജ് കിട്ടും. സ്ക്വയർ വരയ്ക്കാൻ ചെയ്യും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഫ്രണ്ട് വ്യൂവും പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ അടുത്ത കേസിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അടുത്ത വ്യൂവിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ബോഡി ഡയഗണലിനെ പെർപെൻഡിക്കുലർ ടു VP ആക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ, ആക്ച്വലി കോർണറിൽ റെസ്റ്റ് ചെയ്യണം. കോർണറിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ക്യൂബ് ഓഫ് കോഴ്സ് ഇങ്ങനെ ടിൽട്ടായിട്ട് ഉണ്ടാവുക. ഈ ടിൽട്ടായിട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ബോഡി ഡയഗണൽ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ മുതൽ ഈ പോയിന്റാണ് ഡയഗണൽ ഉള്ളത്. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ ബോഡി ഡയഗണൽ എങ്ങനെയാണ്? VP പാരലൽ ആവുകയാണ് ചെയ്യുക അല്ലേ. VP HP എന്താണ് ബോഡി ഡയഗണൽ പാരലൽ ആവുകയാണ് ചെയ്യുക. ബട്ട് നമുക്ക് ഫൈനൽ പൊസിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? VP പെർപെൻഡിക്കുലർ ആണ് ബോഡി ഡയഗണലിനാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ VP പാരലൽ അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് ക്യൂബിനെ ടിൽറ്റ് ചെയ്യാണ്. അപ്പോൾ ബോഡി ഡയഗണൽ നിൽക്കുന്ന ഏതാ? ഇപ്പോൾ ഇതാണ് എൻ്റെ ഈ തമ്പുള്ളാണ് ബോഡി ഡയഗണലിൻ്റെ ഒരു പോയിന്റ്. ദെൻ ഈ ഒരു ഭാഗത്താണ് ബോഡി ഡയഗണലിൻ്റെ ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡയഗണൽ എങ്ങനെ വരും? VP പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അതായത് ഇപ്പോൾ ഇതാണ് നമ്മളെ ഡയഗണൽ എങ്കിൽ, ഈ പെൻസിലാണ് ഡയഗണൽ എങ്കിൽ ഈ ഡയഗണൽ ഈ ഒരു പൊസിഷനിൽ വരണം VP. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യൂബിന് ചെയ്യണതാണ്, ആദ്യം ഇങ്ങനെ വെച്ചു ഫസ്റ്റ് പൊസിഷനിൽ. ദെൻ കോർണറാണ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ VP പാരലലാണ് ആ ബോഡി ഡയഗണൽ ഉള്ളത്. അപ്പോൾ VP പെർപെൻഡിക്കുലർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യൂബിനെ നമ്മൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. ടിൽറ്റ് ചെയ്യുമ്പോൾ ദിസ് പോയിന്റ്, ഇപ്പോൾ എൻ്റെ ഈ ഇൻഡെക്സ് ഫിംഗർ, ഈ പോയിന്റും എൻ്റെ ഈ തമ്പുള്ള പോയിന്റ്സ് ആണ് എന്ത് ഡയഗണൽ ഉള്ളത്. ആ ഡയഗണൽ ഇപ്പോൾ ഏത് പൊസിഷനിലായിരിക്കണം? VP പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ അതാണ് ഫൈനൽ പൊസിഷൻ. ആ പൊസിഷനിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ ക്യൂബ് ഇങ്ങനെ വരികയാണ്, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് അല്ലേ. 45 ഡിഗ്രി ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് ആണ് വരിക. ഇത് നമ്മൾ നെയിം ചെയ്യാണ്. ഇവിടെ A, ഇവിടെ B, ഇവിടെ C, ഇവിടെ D. ഇത് ടോപ്പ് ഫേസ് ആണ്. എൻ്റെ ബോട്ടം ഫേസ് ഹിയർ 1, ഹിയർ 2, ഹിയർ 3 ആൻഡ് ഹിയർ 4.
ഓക്കെ. ദെൻ ഇതിൻ്റെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ട ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടെയാണ് നോക്കുക അല്ലേ. ഇത് ടോപ്പ് ഫേസ് ആണ്. സോ ഹിയർ എ ഡാഷ്. അതേപോലെ ഇവിടെ നോക്കും ഡി കാണും, ബി കാണില്ല. സോ ഡി ഡാഷ് ബ്രാക്കറ്റിൽ ബി ഡാഷ്. അതുപോലെ ഹിയർ സി ഡാഷ്. അതേപോലെ ബോട്ടം ഫേസിൽ ഇവിടെ 1 ഡാഷ്, ഇവിടെ 4 ഡാഷ് ബ്രാക്കറ്റിൽ 2 ഡാഷ്, ഹിയർ 3 ഡാഷ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞു അല്ലേ. സിമ്പിൾ പൊസിഷനിൽ നമുക്ക് ഡയഗണൽ കാണിക്കണം. ഡയഗണൽ എവിടെയാണ് കാണിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ക്യൂബ് എന്ന് പറഞ്ഞു. ക്യൂബ് എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ ഈ അക്കോർഡിംഗ് ടു ദിസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ A3 ഡയഗണലാണെന്ന് പറഞ്ഞു. നമ്മളിവിടെ എടുക്കുന്നത് നമ്മൾ 3 എന്ന് പറഞ്ഞ കോർണറാണ് HP റെസ്റ്റ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ 3 എന്ന് പറഞ്ഞ കോർണറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ക്യൂബിൽ ഇതാണ് C എന്ന് പറയുന്ന കോർണറും 1 എന്ന് പറഞ്ഞ കോർണറുമാണ് നമ്മൾ ഡയഗണലായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത്. ഓക്കെ. സിയും 1ഉം കേട്ടോ. C1. ഓക്കെ. അപ്പോൾ ആ ഡയഗണൽ നമുക്ക് കാണിക്കണം. അപ്പോൾ C1 എന്ന് പറഞ്ഞ് ഇവിടെ ഡയഗണൽ വരയ്ക്കണം. അത് വരയ്ക്കുക. നോക്കുക, ഡയഗണൽ കാണിച്ചു. 1 ഡാഷ് C ഡാഷ് ആണ് നമ്മൾ ബോഡി ഡയഗണലായിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് 1 ഈ ഒരു കോർണറാണ്, C ഈ കോർണറാണ്, ബോഡിയുടെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ബോഡി ഡയഗണൽ. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ പൊസിഷൻ. ഇനി അടുത്ത പൊസിഷനിൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ അടുത്ത പൊസിഷനിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ 1 ഡാഷ് C ഡാഷ് എന്ന ബോഡി ഡയഗണൽ ഇൻക്ലൈൻഡ് ടു HP എന്നുള്ള പൊസിഷനിലാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 1 ഡാഷ് C ഡാഷ് എന്ന് പറഞ്ഞ ബോഡി ഡയഗണലിനെ HP-ക്കും VP-ക്കും പാരലൽ ആക്കുകയാണ് ചെയ്യുന്നത്. HP-ക്കും VP-ക്കും പാരലൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ടിൽറ്റ് ചെയ്താൽ മതി അല്ലേ. ഈ ലൈനിനെ HP-ക്ക് പാരലൽ ആക്കണം എന്ന് പറയുമ്പോൾ XY ലൈനെ പാരലൽ ആക്കിയിട്ട് വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ 3 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ദിസ് ഈസ് 3 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. ഈ 3 ഡാഷിൽ നിന്ന് ഈ ബോഡി ഡയഗണലിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ദാറ്റ് ലൈൻ ഷുഡ് ബി പെർപെൻഡിക്കുലർ. ഓക്കെ. 3യിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് 1 ഡാഷ് C ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഓക്കെ. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. ആൻഡ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, അതിനെ നെയിം ചെയ്യാണ്ട് O ഡാഷ് എന്ന് നെയിം ചെയ്യണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് ഇപ്പുറത്ത് അടുത്ത സെറ്റ് ഓഫ് വ്യൂ വരയ്ക്കണമെന്ന് പറയാം. വരയ്ക്കാൻ പോണതൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഡാഷ് O ഡാഷ് എന്ന് പറഞ്ഞ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഈ ഡയഗണലിന് പെർപെൻഡിക്കുലർ ആണല്ലോ. ഈ ലൈൻ നമ്മൾ XY ലൈനിന് വെർട്ടിക്കലായിട്ട് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C ഡാഷ് 1 ഡാഷ് എടുക്കണ ആ C ഡാഷ് 1 ഡാഷ് നമുക്ക് എന്താണ് XY ലൈനിൽ പാരലായിട്ട് വരും. ക്ലിയർ അല്ലേ? ഇപ്പോൾ 3യിൽ നിന്ന് 3 O ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ദെൻ ആ പോയിന്റിൽ നിന്ന് നമ്മളിത് കണക്ട് ചെയ്യാണ്. C ഡാഷ് 1 ഡാഷ് എന്നുള്ള ലൈൻ കണക്ട് ചെയ്യാണ്. ദാറ്റ് ലൈൻ വിൽ ബി പാരലൽ ടു XY ലൈൻ. ദെൻ ബാക്കിയുള്ള ഈ ഫിഗർ ഇവിടെ പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അതെങ്ങനെ വരയ്ക്കും നോക്കാം. ഈ ലൈൻ വരച്ചു 3 ഡാഷ് O ഡാഷ്, അതേപോലെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു 3 ഡാഷ് O ഡാഷ്. നെക്സ്റ്റ് നമ്മൾ ഈ ഡയഗണൽ കാണിച്ചു C ഡാഷ് 1 ഡാഷ്, അതാണിത്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കി അതിവിടെ പ്ലോട്ട് ചെയ്തു. ഇവിടെ മുതൽ എത്ര ഡിസ്റ്റൻസ് നോക്കി അതിവിടെ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 50 mm ആണ് ക്യൂബിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 1 ഡാഷ് C ഡാഷിൻ്റെ ലെങ്ത്ത് ഒരു 80 mm കിട്ടണം. സോ ദിസ് പോയിന്റ് ഈസ് അവർ C ഡാഷ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് അവർ 1 ഡാഷ്. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്നിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് വരയ്ക്കുക. സിയിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എടുക്കുക, അത് വരയ്ക്കുക. അതേപോലെ 1 ഡാഷ് ടു 3 ഡാഷിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക, അത് ഇവിടെ നിന്ന് കണക്ട് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ 3 ഡാഷ് നിന്ന് 1 ഡാഷിൽ കണക്ഷൻ അല്ലേ, ഇവിടെ നിന്ന് കിട്ടിക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതുപോലെ 3 ഡാഷ് നിന്ന് സിയിലേക്ക് കണക്ഷൻ ഉണ്ട്, 3 ഡാഷ് നിന്ന് C ഡാഷിലേക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുക. ദെൻ 1 ഡാഷ് ടു A ഡാഷ് ആർക്ക് കട്ട് ചെയ്യുക, C ഡാഷ് ടു A ഡാഷ്, സിയിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക, ആ പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വ്യൂ. അതായത് C ഡാഷ് 1 ഡാഷ് നമ്മൾ XY ലൈനിന് പാരലായിട്ട് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് VPക്ക് HPക്ക് പാരലായിട്ട്. അപ്പോൾ ഇവിടെ ഏതാ പോയിന്റ്? ഇവിടെ A ഡാഷ് ആണ് അല്ലേ. ദിസ് പോയിന്റ് ഈസ് A ഡാഷ്, ദിസ് പോയിന്റ് ഈസ് A ഡാഷ്. ആൻഡ് റിമൈനിങ് പോയിന്റ്സ് ഉണ്ടോ?
ഉണ്ട്, റിമൈനിങ് വരയ്ക്കാനുണ്ട് അല്ലേ. നമുക്ക് ഈ ലൈൻ വരച്ചിട്ടില്ല, അതുകൂടെ വരയ്ക്കുക. കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ നെയിമിംഗ് എല്ലാം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഇവിടെ നിന്ന് ഓരോ പോയിന്റ്സിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്റ്റ് താഴോട്ട് വരയ്ക്കുന്നു. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്റ്റേഴ്സ് ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ നിന്ന് വരയ്ക്കുന്നു. അത് 2 പോയിന്റ്സും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. സെക്കൻഡ് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഓരോ പോയിന്റ്സിൽ നിന്നും ഒരു വെർട്ടിക്കൽ പ്രൊജക്റ്റ് താഴോട്ട് വരച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റേഴ്സും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നെയിമിങ്സ് നോക്കുകയാണ്. സേ ഇത് 1' ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം, 1 എന്ന് തന്നെ കൊടുക്കാം അല്ലേ. യൂഷ്വലി 1 എന്നൊക്കെയാണ്, 1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 എന്ന് എടുക്കുമ്പോൾ നമ്മൾ 1 എന്നൊക്കെയാണ് എഴുതുക. ഇത് ജസ്റ്റ് 1 തന്നെ മതി. ഇത് 1 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ഇത് A' നിന്ന് വരുന്ന പ്രൊജക്ടറാണ്. അപ്പോൾ ഇവിടെ A' നോക്കുമ്പോൾ ഇത് തന്നെയാണ്. സോ ദിസ് ഈസ് അവർ A' പ്രൊജക്ടർ. ഇവിടെ മാർക്ക് ചെയ്തു, പേര് കൊടുക്കാം, A എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ഞാനിവിടെ 4ഉം 2 ഉണ്ട്, 4' 2' ഉണ്ട്, അതിൽ നിന്ന് വന്ന പ്രൊജക്ടർ എടുക്കുകയാണ്. അപ്പോൾ 4' 2' എന്ന് പറയുമ്പോൾ ഇതാ 2 ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ സി ഇവിടെയാണ് 2 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. അതേപോലെ 4 എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്നാണ് 4 വരുന്നത്. സോ ഹിയർ വി ക്യാൻ പുട്ട് 4. ഇനി നെക്സ്റ്റ് D' B' ആണ്. ഡിയുടെ നോക്കാം, D' B' ആണ്. അപ്പോൾ ബി ഇവിടെയാണുള്ളത്. സോ ഇവിടെ ഭയങ്കര ക്ലോസ് ആണ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഹിയർ ബി എന്ന് കൊടുക്കാം. അതേപോലെ ഡി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും താഴെയാണ്, ഈ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് ഡി എന്നും കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് 3 ആണ്. ഇവിടെ ഇനി O ഒന്നും വേണ്ട. O നമ്മൾക്ക് ഇവിടെ ഇത് വരയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ. 3 റെസ്റ്റിംഗ് കോർണർ അല്ലേ ഇത് അല്ലേ. അപ്പോൾ 3' ഉണ്ട്. അപ്പോൾ ഇവിടെ 3 എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് അല്ലേ, ഇവിടെ നിന്നാണ് വരുന്നത്. സോ ദിസ് ഈസ് അവർ പോയിന്റ്. ഇവിടെ നമുക്ക് 3 എന്ന് കൊടുക്കാം. ഇനി ഫൈനലി C' ആണ്. സി ഇതാണ്, ഇവിടെയാണ് സി. ഇവിടെ നമുക്ക് കൊടുക്കുക എന്താണ്, സി എന്ന് കൊടുക്കാം. അപ്പോൾ എല്ലാ പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്താ ചെയ്യുക, ഇതൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ABCD അല്ലേ, ABCD നമ്മൾ ഇവിടെ നിന്ന് നോക്കുക. ഇപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ ഈ ABCD എന്ന് പറഞ്ഞ ഫേസ് കാണും. സോ എയിൽ നിന്ന് B, ബിയിൽ നിന്ന് C, സിയിൽ നിന്ന് D, A ഇത് കാണും. ഇവിടെ ഈ പാർട്ട് കാണും. 1ൽ നിന്ന് 1, 2, 4 എന്ന് പറഞ്ഞ എഡ്ജ് കാണും. പക്ഷെ 3ൽ നിന്ന് 2ഉം 3ൽ നിന്ന് 4ഉം കാണില്ല. അപ്പോൾ ഇത്രയും നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗമായിരിക്കും. ഇതെന്ത് ചെയ്യാം, 2 to 3ഉം 3 to 4 നമുക്ക് കാണില്ല, അത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. അതേപോലെ ഇവിടെ ഈ കോർണർ ഉണ്ട്, 3 to C എന്ന് പറഞ്ഞ ഈ എഡ്ജ് ഉണ്ട്, അത് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് ഈ ഫേസ് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും, അത് നമുക്ക് ഡോട്ടഡ് ലൈനിലായിരിക്കും. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. എല്ലാ പ്രൊജക്റ്റേഴ്സും കണക്ട് ചെയ്ത് ടോപ്പ് നോക്കുകയാണ്. ഈ ഫേസ് കാണുമെന്ന് പറഞ്ഞു. ദിസ് 1. ഇവിടെയുള്ള 1, 2, 1, 4 എന്ന് പറഞ്ഞ എഡ്ജ് കാണുമ്പോൾ ഇതാണ് 1, 2, 1, 4. 1 to A, 1' A' എഡ്ജ് കാണും, അതാണിത്. അതുപോലെ 2ൽ നിന്ന് ബിയിലേക്ക് പോകുന്ന എഡ്ജ് കാണും, അതാണിത്. 4ൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന എഡ്ജ് കാണും, അതാണിത്. ഈ 3യും സിയും കാണില്ല, അതാണ് ഡോട്ടഡ് ലൈനിൽ. അതുപോലെ 2, 3 കാണില്ല, 2, 3 നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ B, C, 3, 4, 2, 3 ആൻഡ് 3, 4 നമുക്ക് കാണാൻ കഴിയില്ല, അതാണിത് അല്ലേ. 2, 3 ആൻഡ് 3, 4 ഈ എഡ്ജസ് കാണാൻ കഴിയില്ല, അതാണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞു. ഇതിൽ എന്താണ് ഡയഗണൽ നമുക്ക് എന്താണ് വി പിക്ക് പാരലൽ ആയിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കുകയാണ് ചെയ്യുക അല്ലേ. വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കാണാൻ കഴിയുക അല്ലേ. ഒരു ലൈൻ ഉണ്ടെങ്കിൽ ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുക, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതൊരു ലൈൻ ആണെങ്കിൽ ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിലാണ് ഇതിൻ്റെ ട്രൂ ലെങ്ത് കിട്ടുന്നത് അല്ലേ, ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അതേപോലെ നമുക്കിപ്പോൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡയഗണൽ
വി പിക്ക് എച്ച് വൈ ലൈനും പാരലാണ് അല്ലേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ ഉണ്ടാവും നമുക്ക്. എന്താണ് ഇവിടെ 1 സി ആണല്ലോ ഡയഗണൽ, ഇതാണ് 1 ഇത് സി, സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എക്സ് വൈ ലൈൻ്റെ താഴെയാണ് വരിക എന്ന് നമുക്കറിയാം അല്ലേ, എച്ച് പിയിലാണ് കിട്ടുക അല്ലേ. ലൈൻ്റെ കേസിൽ ഇപ്പോൾ ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി, ഇപ്പോൾ ഇവിടെ വി പി ഉണ്ടെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുമ്പോൾ ഇതാ എക്സ് വൈ ലൈൻ്റെ താഴെയാണ് നമുക്ക് വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ഈ സെക്കൻഡ് ടോപ്പ് വ്യൂവിനെ നമ്മൾ ടിൽറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ടിൽറ്റ് ചെയ്യണു, ഇപ്പോൾ 1 സി എന്ന് പറഞ്ഞാണല്ലോ ഡയഗണൽ, ഈ 1 സീനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആക്കിയിട്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, എക്സ് വൈ ലൈൻ. അപ്പോൾ ഈ സോളിഡിനെ, ഈ ക്യൂബിനെ നേരെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുകയാണ്. ഓക്കെ, തിരിച്ച് പ്ലേസ് ചെയ്യാൻ പോകണം. അത് ഒന്ന് വരയ്ക്കാം. സി, അത് വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ സെക്കൻഡ് ടോപ്പ് വ്യൂ മൊത്തത്തിൽ നമ്മളൊരു ബോക്സിൽ എൻക്ലോസ് ചെയ്യാം. സേ ഇതൊരു ബോക്സിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ പേര് കൊടുക്കാം. സേ ഇവിടെ പി, ഇവിടെ ക്യൂ, ഇവിടെ ആർ, ഇവിടെ എസ് അല്ലേ, പി ക്യൂ ആർ എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ തിരിക്കുമ്പോൾ ഈ പി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൻ്റെ ഈ ലൈൻ എന്താണ്, എക്സ് വൈ ലൈനിന് പാരലായിട്ട് വരും അല്ലേ. അപ്പോഴാണ് ഈ 1 സി എന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോക്സിന് എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ പി, ഇവിടെ ക്യൂ, ഇവിടെ ആർ, ഇവിടെ എസ് എന്ന് വരും. ഇതാണ് ഈ പി ക്യൂ, ഇങ്ങോട്ടേക്ക് മാറി. അപ്പോഴാണ് ഈ 1 സി എത്രയാണ് ഡിസ്റ്റൻസ് നോക്കുക, അതിവിടെ വരയ്ക്കുക. കാരണം അത് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അത് വരച്ചൊന്ന് കാണിക്കാം. പറഞ്ഞതുപോലെ ഈ ഡ്രോയിങ്ങിനെ ഇവിടെ ബോക്സിനെ തിരിച്ചു, ഇവിടെ 1 to സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ പി ക്യൂ കറക്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നു ഇവിടെ നിന്ന്, അതിവിടെ പ്ലോട്ട് ചെയ്യണു. ദെൻ 1 to എ മുതൽ ഡിസ്റ്റൻസ് എടുത്തു, ആ ഡിസ്റ്റൻസിൽ വരച്ചു. ദെൻ സി ടു 3 എത്രയാണ് നോക്കി, അത് ഡോട്ടഡ് ലൈനിലാണ്, അത് കാണിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, ഇനി ഫിനിഷ് ചെയ്യാം. ക്യൂ ടു ആർ എത്രയാണ്, ക്യൂവിൻ്റെ ആറിൻ്റെ ഇടയ്ക്കാണ് 2ഉം ബിയും കിടക്കുന്നത്. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. ക്യൂവിൻ്റെ ആറിൻ്റെ ഇടയ്ക്കും പ്ലോട്ട് ചെയ്യുക. അതുപോലെ പി ഡിയും എസിൻ്റെ ഇടയ്ക്കുള്ളത് 4ഉം ഡിയും കിടക്കുന്നുണ്ട്, അതിവിടെ പ്ലോട്ട് ചെയ്യുക. ദെൻ കണക്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഫിഗർ കാണിക്കാം. ശ്രദ്ധിക്കുക, തേർഡ് ടോപ്പ് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാ പൊസിഷൻ, 1 സി ആണ് നമ്മളെ ഡയഗണൽ. അതെന്താണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ആ വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്, ടോപ്പ് വ്യൂ ആണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണു, 1 2 3 4 എ ബി സി ഡി എന്ന് പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ പ്രൊജക്ടർ മേലോട്ട് വരയ്ക്കും. അതേപോലെ നമ്മൾ സെക്കൻഡ് ഫ്രണ്ട് വ്യൂവിൽ നിന്നും 1 2 3യും 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷും എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുകയാണ്. ആ 2 പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് കാണിക്കാം. പ്രൊജക്ടേഴ്സ് വരച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചിട്ടുണ്ട്, അതേപോലെ ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സും വരച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ പ്രൊജക്ടർ നോക്കാം. ഇപ്പോൾ സി 1 ആണ്, 1 എന്ന് നോക്കുമ്പോൾ 1ൽ നിന്ന് പ്രൊജക്ടറാണിത്, ഇവിടെ നിന്ന് ഇത് 1 ആണ്. സോ ദിസ് ഈസ് അവർ പോയിന്റ്. ഇവിടെ 1 ഡാഷ് എന്ന് കൊടുക്കാം. ദെൻ 2 നോക്കുകയാണ്, ദിസ് ഈസ് 2ൽ നിന്ന് പോയ പ്രൊജക്ടർ, ഇവിടെ 2 ഇവിടെയാണുള്ളത്, ഇവിടെ നിന്നാണുള്ളത്. സോ ദിസ് ഈസ് അവർ പോയിന്റ്, 2 ഡാഷ് എന്ന് കൊടുക്കാം. അതേപോലെ ഞാൻ ഇവിടെ 3 നോക്കുകയാണ്, 3 ഇതാണ് വെർട്ടിക്കൽ പ്രൊജക്ടർ. 3 ഓൾറെഡി ഇവിടെ എക്സ് വൈ ലൈനിലാണുള്ളത്. സോ ദിസ് ഈസ് അവർ പോയിന്റ്, ഇതിനെ കൊടുക്കാം 3 ഡാഷ് ഒന്ന് കൊടുക്കാം. ഇനി അതേപോലെ 4 ഉണ്ട്, ഇതാണ് 4 എന്നുള്ള പ്രൊജക്ടർ, വെർട്ടിക്കൽ പ്രൊജക്ടർ, ഹൊറിസോണ്ടൽ പ്രൊജക്ടർ 4 ഡാഷ് ഇതാണ്. സോ ദിസ് ഈസ് അവർ പോയിന്റ്, ഇതിനെ കൊടുക്കാം 4 ഡാഷ് എന്ന് കൊടുക്കാം. അപ്പോൾ 1 2 3 4 കഴിഞ്ഞു. ഇനി എ ബി സി ഡി, ഇതാണ് എയിൽ നിന്ന് പോണ വെർട്ടിക്കൽ പ്രൊജക്ടർ ഇതാണ്, ഹൊറിസോണ്ടൽ പ്രൊജക്ടർ ഇത് ഇവിടെയാണ് എ, ഇതാണ് പോയിന്റ്. സോ എ ഡാഷിന് കൊടുക്കാം. ബി ഇവിടെയാണ് വരിക, ബി ഡാഷ് എന്ന് കൊടുക്കാം. അതുപോലെ സിയും 1ഉം ഒരേ പോയിന്റാണ് അല്ലേ, ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സി ഡാഷ് എന്നും കൊടുക്കാം. ഇനി ഡി നോക്കുക, ഇതാണ് ഡി ഡാഷ് എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ ആണ് അല്ലേ, അപ്പോൾ ഈ ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ വ്യൂ ചെയ്യുക. ഈ ഡയറക്ഷനിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണും എന്നുള്ളതാണ്.
അപ്പോൾ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞ ഫേസ് നമുക്ക് കാണും. ഇത് ലിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഈ ഫേസ് മൊത്തം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ ഈ 1ഉം നമുക്ക് കാണാൻ കഴിയാത്തത് 1 ഡാഷ് 4 ഡാഷും 1 ഡാഷ് 2 ഡാഷും ആയിരിക്കും കാണാൻ കഴിയാത്തത്. അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം. ഈ ഫേസ് നമുക്ക് മൊത്തം കാണും, ഇതും കാണും, ഇതെല്ലാം കാണും. ഇതാണ് ഈ വിഷൻ 1ഉം 4നെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, 1ഉം 2നെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 എഡ്ജസ് മാത്രമാണ് കാണാത്തത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ വ്യൂ വരിക. ഓക്കെ, ഇതാണ് കോർണർ, 3 ആണ് കോർണറിൽ റെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ബോഡി ഡയഗണൽ 1 and C പെർപെൻഡിക്കുലർ ടു നമ്മൾ എന്താണ് VP എന്നല്ല പറഞ്ഞത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ലൈൻ ഉണ്ട്, ഇത് HP, ഇത് VP ആണ്, HP ആൻഡ് VP ആണ്. ഈ ലൈൻ പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ഒരു പോയിന്റ് അല്ലേ കിട്ടുള്ളൂ. അതാണ് ഇവിടെ പോയിന്റ് വന്നത്. എന്താണ്, C ഡാഷും അല്ലേ, ഇത് C ഡാഷും ഇത് 1 ഡാഷും ആണ് അല്ലേ. C ഡാഷ് ആൻഡ് 1 ഡാഷ് ഒരേ പോയിന്റിൽ വരാനുള്ള കാരണം അതാണ്. ക്ലിയർ. ഇവിടെ ഡയമെൻഷൻ ചെയ്യണം, 50 എന്നുള്ള കറക്റ്റ് ഡയമെൻഷൻ ലൈൻ കാണിച്ചിട്ട് ചെയ്യണം. ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. വരച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ.